ഗുരുഭവനേശ പ്രസാദിക്കണേ. ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണതിൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരെ എന്നും. ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു 9 ബലിക്കല്ലുകൾ അടുപ്പിച്ച് ഇരിക്കണ കാണാണ്ടല്ലോ. അതാരൊക്കെയാ? ചിലർക്കൊക്കെ അറിയുണ്ടാവും. അവരാണ് സപ്ത മാതൃക്കൾ. സപ്ത എന്ന് പറഞ്ഞാൽ 7 അല്ലേ? അതിൽ 9 ബലിക്കല്ല് കാണാണ്ടല്ലോ. ശരിയാണ്. പ്രപഞ്ചത്തിൻ്റെ 7 ശക്തികളായിട്ടുള്ള സപ്തമാതൃക്കൾ കിഴക്കുന്ന് കണക്കാക്കുമ്പോൾ ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ഡി, അങ്ങനെ 7 സപ്തമാതൃക്കൾ. കൂടാതെ കിഴക്ക് ഭാഗത്ത് വീരഭദ്രൻ, പടിഞ്ഞാറ് ഭാഗത്ത് ഗണപതി. ഇവരെ രണ്ടുപേരെയും ചേർത്തി, ഈ 7 പേരും ചേർത്തിയിട്ടാണ് അവിടെ 9 ബലിക്കല്ല് കാണുന്നത്. സപ്തമാതൃക്കൾ എന്നാണ് പറയുക. കൂടെ ഇവരുണ്ട്. തൊട്ടടുത്ത് കാണുന്ന ബലിക്കല്ല് ഭൂതനാഥനായിട്ടുള്ള ശാസ്താവാണ്. പിന്നെ വടക്ക് ഭാഗത്ത് കാണാം വായുവിൻ്റെ ബലിക്കല്ല് കഴിഞ്ഞ് വടക്ക് ഭാഗത്ത് ഭഗവതി, അതായത് ലോക മാതാവായിട്ടുള്ള ദുർഗ, ദേവസേനാധിപതിയായിട്ടുള്ള സുബ്രഹ്മണ്യൻ, ഇവരുടെ 2 പേരുടെയും ഓരോ ബലിക്കല്ലുകൾ കാണാം. പിന്നെ സോമൻ്റെ തൊട്ടടുത്തായിട്ട് സമ്പത്തിൻ്റെ അധിപനായിട്ടുള്ള വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ, ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ സ്വന്തം കാര്യസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത സഹായിയായിട്ടുള്ള നിർമാല്യധാരി, ആ നിർമാല്യധാരിയുടെ ബലിക്കല്ലാണ് ഓവിൻ്റെ തൊട്ടടുത്ത് ശിവലിംഗ രൂപത്തിൽ കാണുന്നത്. അങ്ങനെ ഇത്രയും ബലിക്കല്ലുകൾ ശ്രീകോവിലിൻ്റെ പുറത്തുണ്ട്. പിന്നെ നാലമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാവൽക്കാരുടെ രൂപത്തിൽ സഭാദ്വാസ്തന്മാർ, ശ്രീയും പുഷ്ടിയും. പിന്നെ പ്രദക്ഷിണ വരിയിൽ 8 സുരക്ഷാ സൈനികർ ദേവൻ്റെ സെക്യൂരിറ്റിക്കാരാണ്. പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ആളുകൾ മാറും. ഗുരുവായൂരപ്പൻ്റെ 8 സുരക്ഷാ സൈനികർ: കുമുദൻ, കുമുദാക്ഷൻ, പുണ്ടരീകൻ, വാമനൻ, ശംഖുകർണൻ, സർവനേത്രൻ, സുമുഖൻ, സുപ്രതിഷ്ഠൻ, അങ്ങനെ 8 പേര് പ്രദക്ഷിണമായിട്ടുണ്ട്. പിന്നെ ഭഗവാന്റെ മുമ്പിലായിട്ട് പുറത്ത് സർവ സൈന്യാധിപനായ വലിയ ബലിക്കല്ല് ഹരിസേനൻ, ഹരിയുടെ സേനൻ. അതിന് തൊട്ട് താഴെയുള്ള റാങ്ക് എന്നുള്ള സൈനികർ 8 പേര്, ചെറിയ ചെറിയ ബലിക്കല്ല്, അതൊക്കെ കാണാം.
അതെല്ലാം എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട് ഈ പരിവാരങ്ങൾ. അതിനൊക്കെ പുറമെ ഈ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ ചുമതലയുള്ള ക്ഷേത്രപാലകൻ ചുറ്റമ്പലത്തിൽ വടക്ക് കിഴക്കേ ഭാഗത്തായിട്ടുണ്ട്. ഇത്രയും ആൾക്കാർക്ക് ഭാഗത്ത് ഇത്രയും അഷ്ടദിക്പാലര് മറ്റ് ദൈവിമാരൊക്കെ പറഞ്ഞു. അവർക്കും പുറമെ ഉള്ള സുരക്ഷാ സൈനികർ, ബലിക്കല്ല്, വലിയ ബലിക്കല്ല്, ക്ഷേത്രപാലകൻ, ഇവർക്കെല്ലാം ചെറിയ രീതിയിൽ ഒരു നിവേദ്യം കൊടുക്കൽ. ഭഗവാൻ ഭക്ഷണം കഴിച്ചാൽ ഈ പരിവാരങ്ങൾക്ക് ചെറിയ രീതിയിൽ ഒരു വെള്ളം, ഒരു ചന്ദനം, ഒരു പൂവ് അങ്ങനെ പൂജിച്ച് ഒരു തവണ തൂവുന്നതിനെ അല്ലെങ്കിൽ നിവേദ്യം നൽകുന്നതിനെ ശീവേലി എന്ന് പറയണു. അത് ദിവസേന ഉണ്ട് മഹാക്ഷേത്രങ്ങളിൽ. ഭഗവാന്റെ ഉഷപൂജ കഴിഞ്ഞാൽ ഉഷശിവേലി, ഉച്ചപൂജ കഴിഞ്ഞാൽ ഉച്ചശിവേലി. ഗുരുവായൂർ വൈകുന്നേരമാണ്. പിന്നെ രാത്രി അത്താഴ പൂജ കഴിഞ്ഞാൽ അത്താഴ ശിവേലി. അതാണ് ശിവേലി. അപ്പോൾ ഇനി ശ്രീഭൂതബലിയോ, അത് നമുക്ക് നാളെ പറയാം. എല്ലാം ഭഗവാൻ നന്നായി പറഞ്ഞു തരട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ.